മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്താൻ തയ്യാറെടുക്കുന്നവരുടെ ആദ്യ ചോദ്യം ഏതാണ് ഏറ്റവും നല്ല മ്യൂച്വൽ ഫണ്ട് എന്നാണ്. ചിലർ പാസ്റ്റ് പെർഫോമൻസ് നോക്കി മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ പാസ്റ്റ് പെർഫോമൻസ് എന്ന് പറയുന്നത് ആ ഫണ്ട് ഇനി വരുന്ന കാലങ്ങളിലേക്ക് പെർഫോം ചെയ്യും എന്ന് പറയുന്നതിനുള്ള ഒരു ചൂണ്ടുപലകയേ അല്ല. മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്തുമ്പോൾ ചില പ്രധാന ഘടകങ്ങൾ അനുസരിച്ച് മാത്രമേ നല്ല മ്യൂച്വൽ ഫണ്ടുകൾ സെലക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതായത് ആ വ്യക്തിയുടെ ആസ്തി, വരുമാനം, റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഡ്യൂറേഷൻ, എത്ര വർഷം അദ്ദേഹത്തിന് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ദീർഘകാല ഹ്രസ്വകാല ലക്ഷ്യങ്ങൾ ഏതൊക്കെ എന്നുകൂടി അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നിവയൊക്കെ അനുസരിച്ച് മാത്രമേ നല്ലൊരു മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതെല്ലാം പരിചയസമ്പന്നനായ ഒരു ആംഫി രജിസ്റ്റേർഡ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർക്ക് എല്ലാ ഘടകങ്ങളും അനലൈസ് ചെയ്ത് ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായ ഒരു മ്യൂച്വൽ ഫണ്ട് തിരഞ്ഞെടുത്തു തരാൻ സാധിക്കും. അപ്പോൾ ഏതാണ് നല്ല മ്യൂച്വൽ ഫണ്ട് എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്നത് മേൽ പറഞ്ഞ എല്ലാ ഘടകങ്ങളും അനുസരിച്ച് തിരഞ്ഞെടുക്കുന്ന ഒരു നല്ല ഫണ്ടായിരിക്കും നല്ല മ്യൂച്വൽ ഫണ്ട്.